ഡാർജിലിംഗിൽ നിന്ന് സിലിഗുരി വഴിക്ക് ഷിലോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്ലീപ്പർ ബസ്സിലാണ് യാത്ര. 1200 രൂപയായി ഇതിന് ചാർജ്. ഏകദേശം 12 മണിക്കൂറത്തെ യാത്ര ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ആസാമിലാണ്, ഗുവാഹത്തി ടൗണിൻ്റെ കുറച്ച് ഔട്ടർ പാർട്ടാണ്. ഷിലോങ്ങിലേക്കാണ് ടിക്കറ്റ് എടുത്തെങ്കിലും ഷിലോങ് ടൗണിൻ്റെ കുറച്ച് മുമ്പുള്ള ഒരു ബ്രിഡ്ജ് വീക്ക് ആയതുകൊണ്ട് ഏകദേശം ഒരു 12 കിലോമീറ്റർ മുന്നേ വരെ ബസ് പോകുള്ളൂ. അതിനുശേഷം നമുക്ക് ഷെയർ ടാക്സിയോ വിളിച്ച് പോകണം. ഞാൻ ഷെയർ ടാക്സിയിലാണ് പോയത്. 200 രൂപ കൊടുത്തിട്ടാണ് അവിടെ. ഇത് ഉമിയാം ലേക്കിൻ്റെ പുറത്തെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇത് ഗുവാഹത്തിയിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് കാണിക്കുന്നുണ്ട്. മേഘാലയയുടെ ക്യാപിറ്റലാണ് ഷിലോങ് കേട്ടോ. ഷിലോങ്ങിലെ ഡ്രൈവേഴ്സൊക്കെ ട്രാഫിക് റൂൾസൊക്കെ നന്നായി ഫോളോ ചെയ്യുന്ന പോലെ തോന്നി. അവരോട് ചോദിച്ചപ്പോൾ ഓവർടേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫൈൻ അടിക്കുന്നുണ്ട് ടൗണിൽ. കേരളത്തിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് വരുന്നവർക്ക് കണക്ട് ചെയ്യേണ്ട റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി. ഗുവാഹത്തി എയർപോർട്ടും ഉണ്ട്. ഇതല്ലെങ്കിൽ ഷിലോങ്ങിലേക്കും ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് വരാം. ഡയറക്റ്റ് ഉണ്ടാവില്ല, കണക്ഷൻസ് ആയിരിക്കും ഫ്ലൈറ്റൊക്കെ വരിക. ട്രെയിൻ നമുക്ക് കേരളത്തിൽ നിന്ന് ഗുവാഹത്തി വരയ്ക്കും അവൈലബിൾ ആണ് കേട്ടോ ഡയറക്റ്റ്. അപ്പോൾ നമ്മളെ ഡ്രൈവർ ഓരോരുത്തരെ ഓരോ സ്പോട്ടിലൊക്കെ ആയിട്ട് അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വിട്ടു. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് ചിറാപുഞ്ചി, അതായത് സൊഹറ പോകാനുള്ള പരിപാടിയിലാണ്. ഇവിടെ നിന്ന് ഷെയർ ടാക്സി ഒക്കെ അവൈലബിൾ ആണ്. കുറച്ച് ടൗണൊക്കെ ചുറ്റി നടന്നതിന് ശേഷം ഞാനൊരു ബൈക്ക് ഓൺലൈനിൽ പറഞ്ഞിരുന്നു. 600 രൂപയാണ് ഒരു ദിവസത്തെ ചാർജ്. അപ്പോൾ ഒരു 3 ദിവസത്തിന് റെൻ്റ് എടുത്താൽ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഇറങ്ങി വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇടയിൽ ഒരു കോൾ വരികയും അദ്ദേഹത്തിന് പ്രൈവറ്റ് വണ്ടി ആയതുകൊണ്ട് ആൾക്കാർ ഓൺ ദ റോഡിൽ ചെക്കിങ് ഉണ്ട്, അതുകൊണ്ട് ബൈക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ബൈക്ക് കൊടുത്തു. ഞാൻ വീണ്ടും ഷെയറിങ് ടാക്സി ഇടയിൽ നിന്നും 200 രൂപ കൊടുത്തുകൊണ്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ചിറാപുഞ്ചിയിലേക്ക് യാത്രയാണ്. അപ്പോൾ ചിറാപുഞ്ചി എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ മഴ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാ ദിവസവും മഴയൊന്നുമില്ലെങ്കിലും ഞാൻ പോകുന്ന ദിവസം മഴയുണ്ടായി. ഷിലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചിയിലേക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് യാത്ര കേട്ടോ. അപ്പോൾ നമ്മളെ ചിറാപുഞ്ചി അഥവാ സൊഹറ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്താണ് ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് ഷിലോങ്ങിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ടാക്സി കിട്ടുക. റൂം ഞാൻ ഓൺലൈനിലൊന്നും ബുക്ക് ചെയ്തിരുന്നില്ല, ഡയറക്റ്റ് ഇവിടെ വന്ന് തപ്പി എടുത്തതാണ്. 1000 രൂപയാണ് ഇതിൻ്റെ റൂമിൻ്റെ ചാർജ്. ഈ നമ്പേഴ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള 7 സിസ്റ്റേഴ്സ് വാട്ടർഫാളിലേക്ക് എത്തിയിരിക്കുകയാണ്. മഴക്കാലം അല്ലാത്തതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ വരുമ്പോൾ വാട്ടർഫാൾസിന് അത്ര ഭംഗി ഉണ്ടാവില്ല, കാരണം വെള്ളം കുറവായിരിക്കും. സൊഹറ ടൗണിലെ ഈ ഒരു ഹോട്ടൽ നോക്കി വെച്ചോ, ഇത് ഫുഡ് വലിയ കുഴപ്പമില്ല. ഞാനിവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത സ്ഥലങ്ങൾ കാണാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ബുക്ക് ചെയ്യണം, അതല്ലെങ്കിൽ നമുക്ക് ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകാനായിട്ട് ടാക്സി വിളിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനൊരു ടാക്സി ഒരു 3-4 പ്ലേസസ് ഒരു 1200 രൂപ ഡീലിൽ ഒരാളെ ഉറപ്പിച്ചു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള നെക്സ്റ്റ് ഡേയിലെ നൊക്കാലിക്കൽ ഫാൾസ് കാണാൻ വന്നിരിക്കുകയാണ്. മുന്നേ പറഞ്ഞ പോലെ തന്നെ വാട്ടർ കുറവാണ്. നമ്മളെ സാരഥിയാണ്, അയാൾ അടിപൊളിയാണ് കേട്ടോ. ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു പാക്കേജിലല്ല വന്നതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ടാക്സിക്ക് നല്ല ഫെയർ കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഞാനൊരു ഐറ്റിനറി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഞാൻ പോവാത്ത സ്ഥലങ്ങളൊക്കെ ചേർത്തുകൊണ്ട്. ഡെയിൻത്ലൻ ഫാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്പോട്ടാണിത് കേട്ടോ. അവിടെയും വെള്ളം കുറവാണ്, പക്ഷേ ഒരു ഓവറോൾ അതിനൊരു ഭംഗിയുണ്ട്. നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളമൊക്കെ വീഴുന്നത്. അതിൻ്റെ ഒരു വലുപ്പം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വന്നിട്ട് ഗാർഡൻ ഓഫ് കേവ്സ് എന്ന് പറഞ്ഞിട്ട് 100 റുപ്പീസാണ് ഇതിന് എൻട്രൻസ് ഫീസ് വന്നത്. ഒരു 11 സ്പോട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഞാനിതൊരു വർത്തായിട്ട് പറയാൻ കേട്ടോ. ഇവിടെ എന്തായാലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾക്ക് ഒരുപാട് സ്പോട്ടുകൾ ഇവിടെ ഒരു വാട്ടർഫാൾ ഇട്ടിട്ട് അതിനൊരു പേര് വെച്ചിട്ട് നമ്മൾ അവിടെ പോയിരിക്കുമല്ലോ. അപ്പോൾ അതിന് പകരം ഇവിടെ ചെറിയ വാട്ടർഫാൾസ് കുറേ ഇവിടെ കാണാൻ പറ്റും. പക്ഷെ 100 രൂപ നമുക്ക് വരുന്നുള്ളൂ. ഒറ്റ സ്പോട്ടിൽ നമുക്കൊരു 1 അവർ ഉണ്ടെങ്കിൽ കാണാനും പറ്റും. അതേപോലെ മേഘാലയയിൽ മറ്റു സ്ഥലങ്ങളിൽ ഇതേപോലെ കേവ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കേവ്സ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉൾപ്പെട്ട ഒരു സ്പോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും ചെയ്യും കേട്ടോ. മേഘാലയയിലെ ഒരു കാസ്റ്റാണ് കാസി വിഭാഗം.
ഈ കാസി ലാംഗ്വേജാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അവരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ്. 100 രൂപയാണ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ. പ്രിൻ്റൊന്നുമില്ല, നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുക്കാം. ഇവരുടെ ഒരു സ്പെഷ്യൽ സാധനമാണ് ഈ ബാമ്പ് വെച്ചിട്ടുള്ള പാലങ്ങൾ. നല്ല ഹൈറ്റാണ് കേട്ടോ, അത് നോക്കി നോക്കിയേ. അപ്പോൾ നമ്മൾ അവിടെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് നമ്മളുടെ ഡ്രൈവറുടെ വണ്ടി കേട്ടോ. ഇവൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആൾ തിരക്കേടില്ല. ഇവിടെ പൊതുവേ ഞാൻ കണ്ടിടത്തോളം ഡ്രൈവേഴ്സ് അങ്ങനെ ബാക്കിയുള്ള ടൗണിലൊക്കെ പോണ പോലെ നമ്മൾ ഒരുപാട് റേറ്റ് പറഞ്ഞ് ഇതാക്കില്ല. പക്ഷേ എല്ലാവർക്കും കുറച്ച് റേറ്റ് ഉണ്ട്, ആ റേറ്റ് തന്നെ ആയിരിക്കും എല്ലാവരും പറയുന്നത്. അവർ ഓവറായിട്ട് നമ്മളെ നിർബന്ധിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യണമില്ല. ഇന്നത്തെ ലാസ്റ്റ് സ്പോട്ടായിട്ട് വാക്കബ ഫാൾസിൽ ഓൺ ദ വേയിൽ കയറി 30 രൂപയാണ് അവിടെ ചാർജ് വരുന്നത് കേട്ടോ. അവരെന്നെ തിരിച്ച് ടാക്സി സ്റ്റാൻഡിൽ വിട്ടു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഷെയറിംഗ് ടാക്സിയിൽ നോൺ ക്രിയേറ്റീവ് വില്ലേജ് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അവിടെയാണ് സ്റ്റേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ.